ഹലോ മൈ ഫ്രണ്ട്സ്, ഞാൻ ലില്ലി. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ CC പ്ലാന്റാണ്. CC പ്ലാന്റ് എല്ലാവർക്കും അറിയാമല്ലോ. CC പ്ലാന്റ് എന്താണെന്ന്. എന്താ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഇരിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് ചോദിക്കേണ്ടായി, ഇതിൻ്റെ ഇലയൊക്കെ എന്താ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഇരിക്കണമെന്ന്. ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും 4 ഇല പൊട്ടിച്ചു കൊണ്ടുവന്നതാണ്. ആ ഇല അതിൽ 2 എണ്ണം കൊണ്ടുവന്ന് ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ വെച്ചു. ബാക്കി 2 എണ്ണം ചെടിച്ചട്ടിയിൽ നടുകയാണ് ഉണ്ടായത്. ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട ഇലയിൽ നിന്നും പെട്ടെന്ന് തൈ വരികയും 2 മാസം കൊണ്ട് 1 വിരൽ പൊക്കത്തിൽ തൈയായി. അത് ഞാൻ അടർത്തി മാറ്റി ചെടിച്ചട്ടിയിൽ നട്ടുകൊണ്ട് വേറെ ഗ്ലാസ്സിൽ അത് പകർത്തി വീണ്ടും ആ ഇല അതിനകത്ത് തന്നെ വെച്ചു. വീണ്ടും അതിൽ നിന്ന് മുള വന്നു. അങ്ങനെ 4 ഇലയിൽ നിന്ന് 6 തൈ ഉണ്ടായി. ഇതിൽ നിന്ന് 2 തൈ എൻ്റെ മകൾ കൊണ്ടുപോയതാണ്. ഇപ്പോൾ 2 വർഷമായി. ഇത് പലരും എന്നോട് ചോദിച്ച്, ഇതെന്താ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഇരിക്കണമെന്ന്. ഉണ്ട്. ഇതെല്ലാം ചെറിയ ചട്ടിയിലാണ് കേട്ടോ ഇരിക്കണത്. ഉണ്ട്. സാധാരണയായിട്ട് അതിന് വലിയ വളങ്ങളൊന്നും കൊടുക്കാറില്ല. 2 ദിവസം എത്തുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ വെയിലത്തധികം വെക്കാറില്ല, ഷെയ്ഡിലാണ് വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓസ് വെച്ച് ആകെ ഒന്ന് കുളിപ്പിച്ചെടുക്കും. കാരണം അതിൽ പൊടിയൊന്നും പിടിക്കരുതല്ലോ എന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ തേയില വെള്ളം, നമ്മൾ സാധാരണ ചായയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ തേയിലപ്പെട്ടുണ്ടാവുമല്ലോ, അതിൽ കുറച്ച് വെള്ളം ചേർത്ത് ചിലപ്പോൾ ഞാൻ അതിൻ്റെ കടക്ക് ഒഴിച്ചു കൊടുക്കും. അതുമാത്രമേ വളമായിട്ട് കൊടുക്കാറില്ല, വേറെ പ്രത്യേകിച്ചൊന്നും കൊടുക്കാറില്ല. പക്ഷേ നല്ല ഭംഗിയിൽ തന്നെ എല്ലാം വളർന്ന് നല്ല വലിയ തണ്ടും ഉണ്ട്, വലിയ ശിഖരങ്ങളും ഇലകളും ഒക്കെ ആയി. ഇതിൻ്റെ തണ്ട് മുറിച്ച് നടാമെന്ന് പറയുന്നു. ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഞാനന്ന് ഇല നട്ട് മുളച്ച് ഉണ്ടായതാണിത്. അപ്പോൾ ഇത് അല്പം സൂക്ഷിക്കണം എന്ന് മാത്രം. ഇല നഷ്ടപ്പെട്ടു പോകാനിടയാക്കരുത്. കാരണം ചീഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കൂടുതൽ വെള്ളമൊഴിച്ച് നാശപ്പെടുകയോ ചെയ്യാതിരുന്നാൽ മതി. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ 2 ദിവസം എത്തുമ്പോൾ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ചൂടുകാലം ആയതുകൊണ്ട് ഡെയിലി വെള്ളമൊഴിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പം ഞാൻ ഇത് പലരും എന്നോട് ചോദിച്ചു, എന്ത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇല പോലെ ഇരിക്കണേന്ന്. ശരിക്ക് ഷെയ്ഡിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇരിക്കും. വേണമെങ്കിൽ നമ്മളുടെ റൂമിനകത്തൊക്കെ വയ്ക്കാം. പക്ഷെ ഞാനിവിടെ പുറത്താണ് വയ്ക്കാറ്, ഷെയ്ഡിൽ. ഇടയ്ക്ക് ആകെ ഒന്ന് കുളിപ്പിച്ച് കൊടുക്കും, പൊടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചെടിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത്. ചെടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഏതായാലും ഈ ചെടി ഇലയിൽ നിന്നും പെട്ടെന്ന് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണെന്നുള്ള കാര്യം മനസ്സിലായി കാണുമല്ലോ. ഇനി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇനി മറ്റൊരു വീഡിയോയുമായി കാണും വരെ ബൈ.